നമ്മൾ വിപിൻ സി വിജയനിലേക്ക് കൂടി പോകുന്നു. വിപിൻ, ഇപ്പോൾ കൂരിയാട് ദേശീയപാതയുടെ തകർച്ച നമ്മുടെ മുൻപിലുണ്ട്. തൊട്ടടുത്ത് വീണ്ടും വിള്ളൽ കണ്ടെത്തുന്ന ഒരു സാഹചര്യമുണ്ടല്ലോ. എന്തൊക്കെയാണ് വിവരങ്ങൾ വിപിൻ? എടരിക്കോട് മമ്മാലിപ്പടിയിലാണ് വീണ്ടും വിള്ളലുണ്ടാക്കിയത്. അതുകൊണ്ട് തന്നെ അതിന്റെ പ്രതിഷേധത്തിന്റെ ആക്കം കൂട്ടുകയും ചെയ്തു. ഇപ്പോൾ ഈ കൂരിയാട് ഇന്ന് വിദഗ്ധ സമിതി എത്തി പരിശോധന നടത്തേണ്ടതാണ്. അത് 3-അംഗ സമിതി, സ്വതന്ത്രമായിട്ടുള്ള സമിതി എന്നൊക്കെയാണ് NHAI പറയുകയും ചെയ്തിരുന്നത്. ദേശീയപാത അതോറിറ്റിയുടെ ആ 3-അംഗ സമിതി പക്ഷേ ഇതുവരെയും ഇവിടെ എത്തിയിട്ടില്ല. ഇന്ന് ഉച്ചയ്ക്ക് ശേഷം ഉണ്ടാകുമെന്നുള്ളതാണ് അറിയിച്ചിരിക്കുന്നത്. നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ ഒരു വലിയ പ്രൊജക്ടിന്റെ കൂരിയാടുള്ള പ്രദേശമാണ്. ഒരു കളിപ്പാട്ടം നുറുങ്ങിക്കിടക്കുന്നത് പോലെ പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുന്നത്. ഇനി ഇതിനുള്ളൊരു കാരണം കണ്ടെത്തുക എന്നുള്ളതാണ് ഈ വിദഗ്ധ സമിതിയുടെ ഈ വരവ് കൊണ്ട് പ്രധാനമായും ഉദ്ദേശിക്കുന്നത്. അത് എന്തുകൊണ്ട് സംഭവിച്ചു, ഇനി എന്താണ് പരിഹാരം എന്നീ കാര്യങ്ങളാണ്. അതിനുശേഷം അക്കാര്യങ്ങളിൽ ഒരു വ്യക്തത വരുത്തും എന്നുള്ളതാണ് ഇപ്പോൾ സംസ്ഥാന കേന്ദ്ര സർക്കാരുകളുടെ ഒക്കെ ഒരു അഭിപ്രായമുള്ളത്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വിദഗ്ധ സമിതി എത്തുന്നതിന് തൊട്ട് മുൻപ് ഈ NHAI ഇതുമായി ബന്ധപ്പെട്ട് പറയുന്നത് മഴ പെയ്തു, അശാസ്ത്രീയമായിട്ടുള്ള ഒരു നിർമ്മാണമല്ല. മഴ പെയ്തുകൊണ്ട് തന്നെ ഇവിടുത്തെ വയലുകൾക്ക് അത് വികസിച്ചു, അതോടുകൂടി തന്നെ മണ്ണ് തെന്നി മാറി തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ്. പക്ഷേ അപ്പോഴും ഇത്ര വലിയ ഒരു വിള്ളൽ, ഇത്ര വലിയ ഒരു താഴ്ച ഉണ്ടാകുമോ എന്നുള്ള ചോദ്യം അപ്പോഴും ബാക്കിയാണ്. ഒപ്പം തന്നെ ഇന്ന് ഈ വിദഗ്ധ സമിതി എത്തുന്നതിന് തൊട്ട് മുൻപ് ഇവിടുത്തെ നിർമ്മാണ കരാർ എടുത്തിട്ടുള്ള കമ്പനി ഇവിടെ എത്തുകയും ഈ പ്രദേശത്ത് അതിൻ്റെ ഒരു ചില അറ്റകുറ്റപ്പണികളൊക്കെ നടത്താൻ ഇന്ന് രാവിലെ ഒരു ശ്രമം നടത്തിയിരുന്നു. അത് നാട്ടുകാർ തടയുകയാണ് ചെയ്തത്. ഒപ്പം തന്നെ തഹസീൽദാറൊക്കെ ഈ സ്ഥലത്ത് എത്തിയാണ് ആ ഒരു പ്രതിഷേധം കുറച്ചുകൂടി തണുപ്പിച്ചത്. കാരണം അങ്ങനെ ഒരു അറ്റകുറ്റപ്പണി, അതായത് ഒരു കണ്ണിൽ പൊടിയിടുന്ന ഒരു പരിപാടിയും നടക്കില്ല എന്നുള്ളത് തന്നെ നാട്ടുകാർ ആ സമയത്ത് ഒരു തീരുമാനമെടുക്കുകയും അവർ തിരിച്ചു പോവുകയുമായിരുന്നു. അപ്പോൾ ഈ സമിതിയുടെ ഒരു വരവിന് വേണ്ടിയാണ് ഇന്നിപ്പോൾ ഇവിടെ കാത്തിരിക്കുന്നു. ഒപ്പം തന്നെ അതിൻ്റെ ഈ ഒരു കൂരിയാടിനോട് ചേർന്നിട്ടുള്ള പ്രദേശമാണ് ഈ തലപ്പാറ, ഒപ്പം തന്നെ ഈ മമ്മാലിപ്പടി എന്നൊക്കെ പറയുന്നത്. അവിടെയൊക്കെ വിള്ളൽ കാണുന്നത് അത് ആശങ്കയേറ്റുന്നതാണ്. ഒപ്പം തന്നെ പ്രതിഷേധത്തിനും കാരണമായിട്ടുണ്ട്. ഉന്മേഷ്. ശരി, വിപിൻ സി വിജയനാണ് ഇപ്പോൾ വിവരങ്ങൾ നൽകിയത്. നമ്മൾ കാസർഗോട്ടേക്ക് കൂടി പോകുന്നു. അരുൺ പാറയ്ക്കൽ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. അരുൺ, ഈ മാവുങ്കാൽ മേഖലയിലാണല്ലോ ദേശീയപാതയിൽ ഇപ്പോൾ വിള്ളൽ കണ്ടിരിക്കുന്നത്. എന്താണ് നിലവിലെ സ്ഥിതി അരുൺ? ഉന്മേഷ, രണ്ടിടങ്ങളിലാണ് കാസർഗോഡ് പ്രധാനമായും വിള്ളൽ കണ്ടത്. ഒന്ന് ഈ മാവുങ്കാൽ മേഖല തന്നെയാണ്. മാവുങ്കാലിൽ ഇന്നലെ ഈ ക്രൈസ്റ്റ് സ്കൂളിന് സമീപം മണ്ണിടിഞ്ഞിരുന്നു. അതായത് സർവീസ് റോഡിലാണ് മണ്ണിടിഞ്ഞത്. അതിന് മുകൾ ഭാഗത്തായിട്ട് ഒരു വിള്ളലുണ്ട്. അവിടെ ദേശീയപാത നിർമ്മാണം ഇപ്പോഴും നടക്കുകയാണ്. അവിടെ തുറന്നു കൊടുത്തിട്ടില്ല. അതിന് തൊട്ട് പുറകിൽ ഏകദേശം ഒരു 800 മീറ്റർ പുറകിലാണ് വാഹനങ്ങളൊക്കെ പോകുന്ന അതേ പാതയിലാണ് ഇപ്പോൾ ഇന്നലെ ഉച്ചയോടുകൂടി ഒരു വിള്ളൽ രൂപപ്പെട്ടത്. അതൊരു 20 മീറ്ററോളം നീളത്തിലുള്ള ഒരു വിള്ളലാണ്. അത് റോഡിൻ്റെ നടുഭാഗത്താണ്. കാസർഗോഡ് നിന്ന് കണ്ണൂർ ഭാഗത്തേക്ക് പോകുന്ന റോഡിൻ്റെ നടുഭാഗത്താണ് ഈ വിള്ളൽ രൂപപ്പെട്ടിരിക്കുന്നത്. കാസർഗോഡ് ജില്ലയിൽ ഈ NH66 നിരന്തരമായി ഇങ്ങനെ പരാതി നൽകി ജനങ്ങളുടെയൊക്കെ പരാതി ഉണ്ടായിരുന്നു. ദേശീയപാത അതോറിറ്റി ഈ റോഡ് പണിയൊന്നും ശ്രദ്ധിക്കുന്നില്ല. പ്രത്യേകിച്ച് ഈ മേഘ കമ്പനി നടത്തുന്ന കരാറെടുത്ത ആ ഒരു ഭാഗത്താണ് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളുള്ളത്. ഡ്രൈനേജ് സംവിധാനം കാര്യക്ഷമമായി നടപ്പാക്കുന്നില്ല. ഈ സർവീസ് റോഡുകൾ കൃത്യമായി നിർമ്മിക്കുന്നില്ല എന്ന കാര്യങ്ങളൊക്കെ തന്നെ ജനങ്ങൾ നിരവധി തവണ പറഞ്ഞതാണ്. ജില്ലാ കളക്ടറും അതുപോലെ തന്നെ പൊതുമരാമത്ത് മന്ത്രിയും ഈ ഭാഗങ്ങളിലൊക്കെ തന്നെ പരിശോധന നടത്തിയതാണ്. പക്ഷേ മഴ പെയ്തതോടുകൂടി ഈ പ്രശ്നങ്ങൾ രൂക്ഷമായിരിക്കുന്നു. ഈ രണ്ടിടങ്ങളിൽ വിള്ളൽ കണ്ടെത്തി. മാത്രമല്ല ചട്ടഞ്ചാൽ, തെക്കിൽ, അതുപോലെ തന്നെ ചെറുവത്തൂർ, വീരമലക്കുന്ന്, പിലിക്കോട്, മട്ടലായിക്കുന്ന് എന്നിവിടങ്ങളിൽ മണ്ണിടിച്ചിൽ ഭീഷണിയും രൂക്ഷമായി തന്നെ നിൽക്കുകയാണ്. പിലിക്കോട്, മട്ടലായിക്കുന്നിൽ ചെറിയ തോതിലൊക്കെ മണ്ണിടിയുന്നൊരു സാഹചര്യമൊക്കെ ഉണ്ടായിട്ടുണ്ട്. എന്തായാലും ഈ രൂക്ഷമായ പ്രശ്നങ്ങൾ ജനങ്ങൾ അനുഭവിക്കുന്നു എന്നാണ് പ്രധാനപ്പെട്ട കാര്യം. ജില്ലാ കളക്ടർ ഇന്നലെയൊക്കെ സ്ഥലം സന്ദർശിച്ചിരുന്നു. പ്രശ്നപരിഹാരം ഉണ്ടാകുമെന്ന് ഉറപ്പ് നൽകിയിട്ടുണ്ട്. പക്ഷേ ഇതുവരെയും പ്രശ്നം പരിഹരിക്കാനുള്ള നടപടികളൊന്നും തുടങ്ങിയിട്ടില്ല എന്താണ് വസ്തുത. ഉന്മേഷ്, കാസർഗോഡാണ് പുതിയ വിള്ളൽ കൂടി കണ്ടെത്തിയിരിക്കുന്നത്. അരുൺ പാറയ്ക്കൽ വിവരങ്ങൾ നൽകുകയായിരുന്നു. ഇനി സൂരജ് സജ്ജിയിലേക്കാണ്. സൂരജ്, ഈ ചാവക്കാട് മണത്തല മേഖലയിലാണല്ലോ അവിടെ ദേശീയപാതയിൽ വിള്ളൽ കണ്ടത്. ജില്ലാ കളക്ടർ റിപ്പോർട്ട് തേടിയിട്ടുണ്ടല്ലോ. എന്തൊക്കെയാണ് വിവരങ്ങൾ സൂരജ്? ഉന്മേഷ്, ചാവക്കാട് മണത്തലയിൽ വിള്ളൽ കണ്ടെത്തിയ സംഭവത്തിലാണ് ജില്ലാ കളക്ടർ അടിയന്തര റിപ്പോർട്ട് ഇപ്പോൾ തേടിയിരിക്കുന്നത്. നാഷണൽ ഹൈവേ അതോറിറ്റി, അതോടൊപ്പം തന്നെ പോലീസ്, തഹസിൽദാർ എന്നിവരോട് ഇത് സംബന്ധിച്ച് അന്വേഷിച്ച് റിപ്പോർട്ട് നൽകാനാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇന്നലെ വൈകുന്നേരമാണ് ഈ മണത്തലയിൽ വിള്ളൽ കാണുന്നത്. അത് ഈ നടക്കാനിറങ്ങിയ ഒരു പ്രദേശവാസിയായിട്ടുള്ള ആൾ വിള്ളൽ കാണുകയും ആ ദൃശ്യങ്ങൾ പകർത്തി ഈ പില്ലർ നമ്പർ സഹിതം സോഷ്യൽ മീഡിയയിൽ പങ്കുവെക്കുകയുമായിരുന്നു. ഇതോടുകൂടി അവിടെ ഉണ്ടായിരുന്ന നിർമ്മാണ ജോലികൾ ചെയ്തിരുന്ന ആളുകൾ എത്തി താൽക്കാലികമായി പാറപ്പൊടിയും അതോടൊപ്പം തന്നെ ഒരു
മിശ്രിതവും ചേർത്ത് ഈ വിള്ളൽ അടയ്ക്കാൻ ഒരു ശ്രമം നടത്തി. പക്ഷേ അത് വിജയം കണ്ടില്ല. നേരം പുലർന്നപ്പോഴേക്കും ഈ വിള്ളൽ വീണ്ടും അതേ രീതിയിൽ തന്നെ തുടരുന്ന ഒരു സാഹചര്യമായിരുന്നു. UDF അടക്കം ഇന്ന് ഈ മേഖലയിൽ വലിയ പ്രതിഷേധം ഉയർത്തുകയും ചെയ്തു. UDF പ്രവർത്തകർ ഇന്ന് ദേശീയപാത തന്നെ ഉപരോധിച്ചു. അവരെ പിന്നീട് പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കുകയും ചെയ്തു. പക്ഷേ പ്രദേശവാസികളെയും അതോടൊപ്പം തന്നെ നാട്ടുകാരെയും എല്ലാം സംബന്ധിച്ച് വലിയ ആശങ്ക നിലനിൽക്കുന്നു. പ്രത്യേകിച്ച് മഴ ശക്തിപ്പെട്ടു വരികയാണ്. നേരത്തെയും തൃശ്ശൂരിൽ കുതിരാന് തുരങ്കത്തിന് സമീപം ഇതുപോലെ തന്നെ വിള്ളലുണ്ടായതാണ്. അന്നും ചൂണ്ടിക്കാണിച്ച പ്രധാനപ്പെട്ട കാര്യം ഈ വിള്ളലിലൂടെ വെള്ളം ഇറങ്ങുകയും പിന്നീട് ആ മണ്ണ് ഒലിച്ച് അപ്രോച്ച് റോഡിലേക്ക് എത്തുകയും ഈ ഒന്നടങ്കം തന്നെ ആ വാള് സംരക്ഷണ ഭിത്തി മറിഞ്ഞു വീഴുകയുമാണ് ചെയ്തത്. കുതിരാനിൽ ചെയ്ത സമാനമായ ഒരു സാഹചര്യം തന്നെ ഇവിടെയും ഉണ്ട്. അതുകൊണ്ട് തന്നെ അടിയന്തരമായി ഇതിനൊരു പരിഹാരം, അതായത് ഒരു ശാസ്ത്രീയമായ പരിഹാരം വേണം എന്നുള്ളതാണ് ജനങ്ങൾ മുന്നോട്ട് വെക്കുന്നത്. പക്ഷേ അധികൃതരാരും തന്നെ നേരിട്ട് ഇപ്പോൾ ഈ സ്ഥലം സന്ദർശിക്കുന്നില്ല, മറ്റു കാര്യങ്ങളിലേക്ക് കടന്നിട്ടില്ല. ഇതെല്ലാം തന്നെ പ്രദേശവാസികളെ സംബന്ധിച്ച് വലിയ പ്രതിഷേധങ്ങൾക്കിടയാക്കിയിട്ടുണ്ട്. എന്തായാലും അടിയന്തര റിപ്പോർട്ട് ഈ വിഷയത്തിൽ ഇപ്പോൾ ജില്ലാ കളക്ടർ ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ഉന്മേഷ്. ശരി, സൂരജ് സജിയാണ് ഇപ്പോൾ വിശദാംശങ്ങൾ നൽകിയത്. അവിടെ തൃശ്ശൂരിൽ ചാവക്കാടിനടുത്ത് ആണ് ഇത്തരത്തിൽ ദേശീയപാതയിൽ വിള്ളൽ കണ്ടത്.